ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാം ജൂലൈ 2026 ഇന്ന് മുതൽ നമുക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് എടുക്കുക. ദെൻ അതാണ് നമ്മൾ ആ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ആണ് നമ്മളുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. അത് ഒരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിക്ക് ആ നമ്പർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കൊരു OTP വരുന്നുണ്ട്. ആ OTP ലഭിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന് പിന്നീട് നമ്മളുടെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ SMS ഒക്കെ നമുക്ക് വരുന്നത് നമ്മളുടെ മൊബൈൽ നമ്പറിലാണ്. സോ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അതിനുശേഷം ഈ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ആണ് ആദ്യത്തെ കാര്യം. ആ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. നമ്മളുടെ ഒരു ഫോട്ടോ അതിനകത്ത് അപ്ലോഡ് ചെയ്യുക, സൈസൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം നമ്മുടെ ഓൺലൈൻ പേയ്മെന്റ് നടത്തിയതിന് ശേഷം, അതായത് എല്ലാ പരിപാടിയും കംപ്ലീറ്റ് ആയതിനു ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മുടെ ഒരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി നമുക്ക് കീപ്പ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ അതിനുശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈം യൂസർ, നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിത് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് 12 മണി തൊട്ട് മാത്രമേ ഇത് അവൈലബിൾ ആവത്തുള്ളൂ. അപ്പൊ അതിനുശേഷം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ഡിലേ വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ചിലർ ഏറ്റവും അവസാനത്തേക്കൊക്കെ വെക്കും. അപ്പം നമ്മളെ എപ്പോഴും ഡേറ്റുകൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ മാക്സിമം നേരത്തെ തന്നെ എന്ത് ചെയ്യുക, ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ അതുപോലെ തന്നെ ഇനി ഒരു കാര്യം, നമ്മളിപ്പം മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ കഴിഞ്ഞു, പിന്നീടാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പിന്നീടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ ID അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ദെൻ നമുക്ക് SMS ആയിട്ട് വന്ന സൈറ്റ് ആക്സസ് കീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കയറി നമ്മളുടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പിന്നീട് നമ്മളുടെ എന്താണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനോ, അത് നമ്മളുടെ അത് എപ്പോൾ വേണമെങ്കിൽ മീൻസ് ഈ ഒരു ഡേറ്റ്, നമ്മളുടെ ആപ്ലിക്കേഷന്റെ ഡേറ്റ് കഴിയുന്നിടം വരെ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും എഡിറ്റിങ്ങോ ഒക്കെ നമുക്ക് അവിടെ പോസിബിൾ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ സമയങ്ങളിൽ ഇവിടെ കയറി ചെയ്യാനായിട്ട് പറ്റും. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ദെൻ ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ഹൈംസ് അക്കാഡമിയിൽ നമ്മൾ പറയുന്ന നമ്മുടെ സെറ്റ് എക്സാമിന്റെ ജൂലൈ ബാച്ചിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു പെയ്ഡ് അഡ്വർടൈസ്മെന്റുകൾ ഒന്നുമില്ല. നമ്മുടെ കുട്ടികൾ തന്നെയാണ് നമ്മുടെ ആഡ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവര് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവര് മറ്റുള്ളവരോട് പറഞ്ഞ്, അങ്ങനെയാണ് ശരിക്കും പലപ്പോഴും നമ്മളുടെ ക്ലാസ്സുകൾ മറ്റുള്ളവർ അറിയുന്നതും കൂടുതലായിട്ട് കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തൊക്കെ. അത്രയൊരു എഫേർട്ട് നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഇടാറുണ്ട്. തീർച്ചയായിട്ടും ഒറ്റ തവണ കൊണ്ട് നിങ്ങൾ സെറ്റ് പാസ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടഫായിട്ട് വരും തോറും ഈ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ പഠിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു കോച്ചിങ്, അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൈംസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് നമ്മളുടെ കുട്ടികൾ എന്താണ് നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് ഇട്ട് തന്നിരിക്കുന്ന അവരുടെ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും ഇതിൽ ഒന്ന് രണ്ടെണ്ണമെങ്കിൽ നമുക്ക് കേട്ട് നോക്കാം എത്രമാത്രം നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ അതിനൊരു എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. മിസ്സേ ഗുഡ് മോർണിംഗ്. മിസ്സേ ഒരുപാട് താങ്ക്സ് ഉണ്ട് മിസ്സേ. മിസ്സിൻ്റെ ക്ലാസ് കൊണ്ടാണ് അത് കിട്ടിയത്. മിസ്സിൻ്റെ ക്ലാസ് അത്രയും പ്രൊഫഷണൽ ആയിരുന്നു. മിസ് പറയുന്ന വേർഡ്സ് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. മിസ്സിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. താങ്ക് യു സോ മച്ച് മിസ്. മിസ്സേ, ഞാൻ മിസ്സിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ജനറൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ജനറൽ ഫുൾ ക്ലാസ് ഒന്നും കൂടാൻ പറ്റിയില്ല. മിസ് അവസാനം കുറച്ച് പോർഷൻസ് മാത്രം സെലക്ട് ചെയ്താൽ അത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് ആണ് പഠിച്ചത്. മിസ്സിൻ്റെ ക്ലാസ് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതും എനിക്ക് ഞാനിങ്ങനെ നോട്ട് എഴുതൊന്നും ചെയ്ത മിസ്സിൻ്റെ ക്ലാസ് വെച്ച് ആ കേട്ട ഒരു ഓർമ്മയിലാണ് ഞാൻ ഫുൾ അറ്റൻഡ് ചെയ്തത്. റിസർച്ചിൽ നിന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മിസ് പഠിപ്പിച്ച അത്രയും എഫക്റ്റീവായിട്ട് പഠിച്ച് നമുക്ക് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഓർത്തിരിക്കുന്ന രീതിയിൽ, ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടാണ് ശരിക്കും എനിക്ക് ഇപ്രാവശ്യം ജനറൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ശരിക്കും കാരണം എനിക്ക് ജനറൽ പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എൻ്റെ സബ്ജക്റ്റ് മാത്സ് ആണ്. അപ്പോൾ എനിക്ക് ജനറൽ പൊതുവെ ഇഷ്ടമില്ല പഠിക്കാൻ. പക്ഷേ മിസ്സിൻ്റെ ക്ലാസ് ഞാൻ മിസ്സിൻ്റെ ക്ലാസ് യൂട്യൂബിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് അന്ന് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ മിസ്സിൻ്റെ ഇതിന് കോച്ചിങ്ങിന് ചേർന്നത്. അപ്പോൾ എനിക്ക് സമയപരിമിതി കൊണ്ട് എല്ലാം കേൾക്കാൻ പറ്റില്ല. മിസ്സിൻ്റെ ക്ലാസ് കേട്ട് വെച്ച് അത് വെച്ചിട്ടാണ് ഞാനിത് ക്രാക്ക് ചെയ്തത്. 60 മാർക്ക് കിട്ടി. പക്ഷേ മിസ്സിൻ്റെ ആ ഒരു ഫിലോസഫി എല്ലാം ആ ഒരു ഒറ്റ തവണ ക്ലാസ് കേട്ട് ഓർമ്മ വെച്ചാണ് ഞാൻ എഴുതിയത്. B.Ed ഫോർത്ത് സെം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ്സിൻ്റെ ക്ലാസ്സുകൾ ഇങ്ങനെ സെറ്റിന് അപ്ലൈ ചെയ്യണമെന്ന് ആലോചിച്ച സമയത്ത് ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ മിസ്സിൻ്റെ ക്ലാസ്സുകളും അതിനിടയ്ക്ക് കാണുന്നത്. മിസ്സിൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കണ്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്.
എനിക്ക് മറ്റ് ക്ലാസ്സുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മിസ്സിൻ്റെ ക്ലാസ്സുകൾ വളരെ സിമ്പിളായിട്ട് തോന്നി. അതുപോലെ ഒട്ടും ബോറടിക്കാത്ത രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് മിസ്സ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിനിടയിലുള്ള PYQ ഡിസ്കഷൻ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ലായിരിക്കും പഠിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഇങ്ങനെ മിസ്സിൻ്റെ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് ക്വസ്റ്റ്യനുകൾ നമ്മൾ കണ്ട് പോകുന്നതുകൊണ്ട് തന്നെ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. അതുപോലെ മിസ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നമുക്കറിയാം ഏതൊരു എക്സാമും അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് PYQ നമുക്ക് നോക്കണമെന്നുള്ളത്. പക്ഷേ ഒത്തിരി പഠിക്കാൻ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മിസ്സ് കമ്പൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് PYQ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അതുപോലെ ക്ലാസ്സിനിടയ്ക്കും ക്വസ്റ്റ്യൻസ് പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ അത് ഒത്തിരി ഹെൽപ്ഫുള്ളായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്, ഒത്തിരി കൺസെപ്റ്റിനെ ഒത്തിരി ഇലാബറേറ്റ് ചെയ്യാതെ വളരെ എന്തോ വലിയ കാര്യമാണ് പഠിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാത്ത രീതിയിലാണ് മിസ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കമ്മീഷൻ്റെ സമയമായതുകൊണ്ട് എക്സാം എടുത്തപ്പോഴത്തേക്കും കമ്മീഷൻ്റെ സമയം ആയി പോയതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യമേ കുറച്ച് നാൾ കയറാൻ പറ്റി. അത് കഴിഞ്ഞ് എഴുത്തും തിരക്കുകളൊക്കെ ആയപ്പോൾ കുറേ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എക്സാമിനോട് അടുത്ത ഒരാഴ്ചയാണ് എനിക്ക് പിന്നെ ആകെ കിട്ടിയത്. അപ്പോഴും മിസ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇനി ഒന്നും പഠിക്കാത്തവരും നിങ്ങൾ പറ്റുന്നത്രയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, അത് നിങ്ങളെക്കൊണ്ട് പറ്റുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് നല്ല മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരാഴ്ച കണ്ടു തീർക്കാൻ പറ്റിയ വീഡിയോസും എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ജനറൽ പേപ്പർ അറ്റൻഡ് ചെയ്യാൻ. അതുപോലെ സെറ്റിൽ മാത്രമല്ല KTETനും സൈക്കോളജി പേപ്പർ മിസ്സിൻ്റെ ക്ലാസ് മാത്രമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. അതായത് BEdന് പഠിച്ച സാധനങ്ങളൊക്കെ പതിയെ മറന്നു പോയി തുടങ്ങിയായിരുന്നു. ഫോർത്ത് സെം ആയതുകൊണ്ട് തന്നെ മിസ്സിൻ്റെ ആ ക്ലാസ്സുകൾ മാത്രമാണ് ഞാൻ KTET അറ്റൻഡ് ചെയ്യാനും സൈക്കോളജിയുടെ പേപ്പറിന് എന്നെ ഹെൽപ്പ് ചെയ്തത്. എന്തുകൊണ്ടും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ അപേക്ഷിച്ച് മിസ്സിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പ്രത്യേകത. അതുപോലെ ക്രാഷ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒത്തിരി എഫേർട്ട് ഇട്ടാണ് മിസ്സ് ക്ലാസ് കൊണ്ടുപോകുന്നത്. ലൈവ് ക്ലാസ്സുകളാണെങ്കിലും അല്ലാതെ നമ്മളെ ഒത്തിരി ക്വസ്റ്റ്യനും കാര്യങ്ങളും GKയും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് എനിക്ക് വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഹൈൻസ് അക്കാഡമിയുടെ ക്ലാസ്സിൽ നിന്നുണ്ടായത്. ഇത്രയും നല്ല ക്ലാസ്സുകൾ അവൈലബിൾ ആക്കി തന്ന മിസ്സിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു.